ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏത്തപ്പഴം അരച്ച് ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റിലൊരു വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്, ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഇതുപോലെ സ്റ്റൗ കത്തിച്ചിട്ട് പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തൊന്ന് വറക്കാം. നെയ്യ് ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്കിതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറുണ്ടല്ലോ ലൈറ്റായിട്ടൊന്ന് ചേഞ്ചായി വരണം. ഇപ്പോൾ ഇതൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് കുറച്ച് കിസ്മിസാണ് ഇട്ട് കൊടുക്കുന്നത്. കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് അതുകൂടി ഒന്ന് വറക്കണം. കിസ്മിസും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇത് തേങ്ങ നെയ്ക്കകത്ത് വറുത്ത് ചേർക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഈ അപ്പത്തിന് നല്ല ടേസ്റ്റ് കിട്ടും. തേങ്ങ ഇട്ട് കൊടുത്ത് നമ്മൾ 2 മിനിറ്റ് നേരം വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ നല്ലതായിട്ട് പഴുത്ത ഒരു വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഏത്തപ്പഴം അരച്ച് ചേർത്തിട്ടാണ് ഈ അപ്പം തയ്യാറാക്കുന്നത്. നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. തൊലി കളഞ്ഞെടുത്ത ഏത്തപ്പഴം 3-4 മുറിച്ച് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. കൂടാതെ നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ 4 ഏലക്ക തൊലി കളഞ്ഞെടുത്തതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് ശർക്കരപ്പാനിയാണ്. നമ്മൾ 1 കപ്പ് ശർക്കര എടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അരിച്ചെടുത്തതാണിത് കേട്ടോ. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1 കപ്പ് അരിപ്പൊടിയും പിന്നെ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടാണ്. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തത് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റി. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലോട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടി ഇതിലോട്ട് ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണേ. നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. തേങ്ങയും അണ്ടിപ്പരിപ്പും കിസ്മിസ് എല്ലാടും നമ്മൾ വറുത്തെടുത്ത് വെച്ചിരുന്നല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം, സോഡാപ്പൊടി. ഇതുകൂടി ചേർത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി കേട്ടോ. ഇത്രയും ലൂസാകാവും, ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു വാഴയില മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിക്കാം. മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകും. ഇനി നമുക്കിതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനിയിപ്പം നമുക്കിത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആവി വരാൻ തുടങ്ങി. ഇനി ഇതിലോട്ട് നമുക്ക് മാവ് നിറച്ച പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം.
20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വട്ടയപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുത്തതിന് ശേഷം ട്രേയിൽ നിന്ന് ഇളക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള വട്ടയപ്പമാണിത്. നല്ല സ്പോഞ്ച് പോലാണ് ഇത് ഇരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴം വേണം എടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഒരു പുളിരസം ഉണ്ടാവും. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയില്ല. ഇത് നോക്കിക്കാൻ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് വട്ടയപ്പം കിട്ടിയിട്ടുണ്ട്. ഇലത് ആ പാത്രത്തിൽ തന്നെ ഒട്ടിയിരിപ്പുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. കാണുമ്പോൾ തന്നെ വായി വെള്ളം ഊറും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ. ഒരു പീസ് എടുത്ത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നേ. ഇത് നോക്കിക്കേ, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ഇത് സോഫ്റ്റ് ആണെന്ന്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.